ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള കരട് പട്ടികയിൽ വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, ഈ വാർഡ് വിഭജനത്തിന് സർക്കാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷനും വളരെ കൃത്യമായ മാർഗരേഖയും അതുപോലെ തന്നെ മാനദണ്ഡങ്ങളും. എന്നാൽ കരുളായി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ കരട് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ള ഈ 17 വാർഡുകളായി തിരിച്ചപ്പോൾ പൊതുവെ അതിർത്തികളിലും അതുപോലെ തന്നെ നമുക്കറിയാം 15 വാർഡുകൾ 17 വാർഡാക്കുമ്പോൾ ആ 15 വാർഡിനകത്തുള്ള വാസഗൃഹങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും അത് കൃത്യമായി ഒരു മാർഗരേഖ ഉണ്ട്. 10% കൂടാനും 10% കുറയാനും. എന്നാൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ 17 വാർഡുകളിൽ ഈ കെട്ടിടങ്ങളുടെയും അതുപോലെ തന്നെ വാസഗൃഹങ്ങളുടെയും അടക്കം എണ്ണത്തിലും അതുപോലെ തന്നെ അതിർത്തി നിർണയിച്ചതിലും അതിർത്തിക്ക് അപ്പുറത്തേക്ക് 60-ഓളം വീടുകളും അതുപോലെ തന്നെ അതിർത്തികളിൽ തന്നെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികളല്ലാതെ പാടത്തിൻ്റെ നടവരവും അതുപോലെ തന്നെ ഇല്ലാത്ത റോഡിൻ്റെ പേരൊക്കെയാണ് ഇപ്പോൾ മാർഗരേഖയിൽ പറയുന്ന. ആ മാർഗരേഖയ്ക്ക് അനുസൃതമല്ലാതെ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു കരട് നിർദ്ദേശമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് UDFൻ്റെ ഒരു വലിയ ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നാണ്. കാരണം ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നമ്മുടെ പഞ്ചായത്തിലെ ഈ 17 വാർഡുകളുടെ അതിർത്തി നിർണ്ണയിക്കാനും അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെയും വാസഗൃഹങ്ങളുടെയും അവരുടെ നമ്പറുകൾ തിട്ടപ്പെടുത്താനും ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം കഴിയും. അപ്പോൾ UDFൻ്റെ ഉത്തരവാദിപ്പെട്ട ആളുകൾ ഇടപെട്ടു കരുളായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വാർഡ് വിഭജനം അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയത്. ഇതിനെതിരായി LDF എന്ന നിലയിലും അതുപോലെ തന്നെ വ്യക്തികളെന്ന നിലയിലും തദ്ദേശഭരണ സ്ഥാപന മെമ്പർമാരെന്ന നിലയിലും ഒട്ടേറെ പരാതികൾ ജില്ലാ കളക്ടർക്ക് ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ കരട് പട്ടിക തള്ളിക്കളഞ്ഞുകൊണ്ട് എല്ലാ മാർഗരേഖയും അതുപോലെ തന്നെ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കരുളായി ഗ്രാമപഞ്ചായത്ത് 17 വാർഡുകൾ ഭൂമിശാസ്ത്രപരമായ അതിർത്തി നിർണ്ണയിച്ചുകൊണ്ട് വിഭജനം നടത്തണമെന്നുള്ള നിർദ്ദേശമാണ്, പരാതിയാണ് ജില്ലാ കളക്ടർ. 11/2024 സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വിജ്ഞാപന പ്രകാരമാണ് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വാർഡ് പുനർവിഭജന പ്രക്രിയ നടക്കുന്നത്. ആ മാർഗരേഖയിൽ വ്യക്തമായി പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ, പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, നിലവിലുള്ള എല്ലാ കെട്ടിടങ്ങളും പുനർവിഭജിക്കപ്പെടുന്ന വാർഡുകളിൽ നിർബന്ധമായി ഉൾപ്പെടണം. അത് കൃത്യമായിട്ട് ഉൾപ്പെടണം. എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുളായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കരട് വിഭജന റിപ്പോർട്ടിൽ ഒരു വാർഡിലും അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മരുതങ്ങാട് വാർഡ്, 1-ാം വാർഡ്, ഈ പ്രസിദ്ധീകരിച്ച പട്ടിക പ്രകാരം തന്നെ 1-ാം വാർഡിൽ ആകെയുള്ളത് 706 കെട്ടിടങ്ങളാണ്. എന്നാൽ 1-ാം വാർഡിനെ വിഭജിച്ച് 1-2 വാർഡുകളിലായിട്ടാണ് മാറിയപ്പോൾ ആ കെട്ടിടങ്ങളുടെ എണ്ണം 936 ആ പട്ടികയിൽ കാണുന്നത്. അതായത് 230 കെട്ടിടങ്ങൾ എവിടെ നിന്നോ വന്നിട്ടുണ്ട്. അതുപോലെ കരുളായി വാർഡ്, 11-ാം വാർഡ്, ഈ 11-ാം വാർഡിൽ 791 കെട്ടിടങ്ങൾ ഉണ്ട് എന്നാണ് പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച പട്ടികയിൽ കാണുന്നത്. ആ 11-ാം വാർഡിനെ ഇപ്പോൾ 12-13 വാർഡുകളായി വിഭജിച്ചിട്ടുണ്ട്. ആ 12-13 വാർഡുകളായി വിഭജിച്ച നമ്പറുകളിൽ ഈ 791 വരേണ്ടത്. പക്ഷേ വന്നിട്ടുള്ളത് 651. അതായത് 140 കെട്ടിടങ്ങൾ കാണാനില്ല. ഒരു സ്ഥലത്ത് കൂടിയിട്ടുണ്ട്, മറ്റൊരു സ്ഥലത്ത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൈലമ്പാറ വാർഡ്, അവിടെ 434 വാസഗൃഹങ്ങളുണ്ട് എന്നാണ് ഈ പട്ടികയിൽ കാണുന്നത്. എന്നാൽ 5-8 വാർഡുകളിലായാണ് വിഭജിച്ചിട്ടുള്ളത്. ഈ 2 കൂടെ കൂട്ടുമ്പോൾ 449 കെട്ടിടങ്ങളെ കാണുന്നുള്ളൂ. അവിടെ ഒരു 35 കുറവാണ്. ഇങ്ങനെ കരുളായി ഗ്രാമപഞ്ചായത്തിന് നിലവിലുള്ള 15 വാർഡുകളിലെയും ഈ 17 വാർഡായി പുനർവിഭജിച്ചപ്പോൾ ഒന്നുകിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ്. അത് കൃത്യമായ ആ പട്ടിക പരിശോധിച്ചാൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. എന്ന് പറഞ്ഞാൽ പല പ്രദേശങ്ങളും ഉൾപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ വേറെ എവിടുന്നോ കുറേ കെട്ടിടങ്ങൾ കണക്ക് കൂട്ടി ഒപ്പിച്ചതുപോലെയുള്ള
ഒരു വാർഡ് വിഭജനമായിട്ടാണ് കാണുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിരുകൾ. ഒരു വാർഡിൻ്റെ അതിരുകൾ കൃത്യത ഉണ്ടായിരിക്കണം. ഈ കമ്മീഷൻ്റെ മാർഗരേഖയിൽ വ്യക്തമായി പറയുന്നത്. ഇപ്പോൾ അതിൽ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മരുതങ്ങാട് വാർഡിൻ്റെ പ്രപ്പോസലിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതിൻ്റെ ഒരു തെക്ക് അതിർത്തിയായിട്ട് കാണിച്ചിട്ടുള്ളത് നമ്മുടെ കരുളായി നിലമ്പൂർ PWD റോഡ് എന്നാണ് കാണിച്ചത്. ഈ കരുളായി നിലമ്പൂർ PWD റോഡ് എന്ന് പറയുന്നത് കരുളായി പഞ്ചായത്തിൽ നല്ലന്തണ്ണി വരെ അതിരുണ്ട്. അപ്പോൾ എവിടെയാണ് 1-ാം വാർഡിൻ്റെ മരുതങ്ങാടിൻ്റെ അതിർത്തി കരുളായി നിലമ്പൂർ PWD റോഡിൽ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നോ എവിടെ അവസാനിക്കുന്നു എന്നോ ഇത് കാണിച്ചതില്ല. അപ്പോൾ ആരെയും ഊഹത്തിനനുസരിച്ച് ഒന്നും തുടങ്ങാം, എവിടെ നിന്ന് അവസാനിക്കാം. കമ്മീഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന വാർഡിൽ ഇന്ന മുതൽ ഇന്ന വരെയാണ് ആ വാർഡിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. ഈ 17 വാർഡിലും അതിരുകൾ കാണിച്ചിട്ടുള്ളത് ഇതേ രൂപത്തിൽ തന്നെ. അപ്പോൾ അതിർത്തികളിലും കൃത്യമായിട്ട് യാതൊരു മാനദണ്ഡവും പാലിക്കപ്പെടാതെ ആർക്കും വ്യക്തമായി ബോധ്യപ്പെടാത്ത രൂപത്തിലുള്ള ഒരു അതിരുകളാണ് അതിനൊക്കെ കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റു വാർഡുകളിലെ അതിർത്തി റോഡുകൾ ഇപ്പോൾ 5 ഭൂമിക്കുത്ത് വാർഡുകൾ. ഈ ഭൂമിക്കുത്ത് വാർഡിൻ്റെ പടിഞ്ഞാറ് അതിർത്തി എന്ന് കാണിച്ചിട്ടുള്ളത് വാസുപ്പടി മൈലമ്പാറ റോഡ്. ഈ വാസുപ്പടി മൈലമ്പാറ റോഡ് എന്ന് പറഞ്ഞ റോഡ് തന്നെ വെള്ളാനില്ല, അത് കരുളായി ചുള്ളിയോട് റോഡാണ്. കരുളായി ചുള്ളിയോട് റോഡ് വാസുപ്പടിയുടെ മൈലമ്പാറയാണ്. ആ അതിരായിട്ടാണ് ഇത് കാണിച്ചത്, വാസുപ്പടി ചുള്ളിയോട് റോഡ്. അങ്ങനെ വാസുപ്പടി ചുള്ളിയോട് റോഡ് അതിരായി കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തുള്ള 4-ാം വാർഡിലെ കെട്ടിടങ്ങൾ ഇതിൽ വരാൻ പാടില്ല. എന്നാൽ ഈ ഭൂമിക്കുത്ത് വാർഡിൽ ആ 4-ാം വാർഡിലെ കെട്ടിടങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് അതിർത്തിക്ക് പുറത്തുള്ള കെട്ടിടങ്ങൾ കാണിച്ചത്. അതേപോലെ തന്നെയാണ് അമ്പലക്കുന്ന് വാർഡിൻ്റെ ഇതേ സ്ഥിതി തന്നെയാണ്. തെക്ക് അതിർത്തി കാണിച്ച വാസുപ്പടി മൈലമ്പാറ റോഡാണ്. അത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്പലക്കുന്ന് വാർഡിൽ ഉൾപ്പെടേണ്ട കെട്ടിടങ്ങൾ അത് ഉൾപ്പെട്ടിട്ടില്ല, അത് അപ്പുറത്തേക്കാണ് പോയിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെയാണ് മുല്ലപ്പള്ളി വാർഡ്. മൈലമ്പാറ കണ്ടിക്കൽ റോഡാണ് അതിൽ പറഞ്ഞത്. മൈലമ്പാറ കണ്ടിക്കൽ റോഡ് എന്ന് പറഞ്ഞാൽ മൈലമ്പാറത്തിൽ ഒരു കോൺക്രീറ്റ് റോഡ് കണ്ടിക്കലേക്കുണ്ട്, ആ റോഡാണ്. ആ റോഡ് അതിരായി കാണിക്കുകയും എന്നാൽ അതിനിപ്പുറത്തുള്ള മുല്ലപ്പള്ളി ഭാഗത്തുള്ള എല്ലാ വീടുകളും ഈ മൈലമ്പാറ വാർഡിൽ ഉൾപ്പെടുകയും ചെയ്തു. ഇങ്ങനെ കൃത്യതയും യാതൊരു തരത്തിലുള്ള കൃത്യതയും ഇല്ലാത്ത ഒരു സമീപനമാണ് ഇത് സ്വീകരിച്ചത്. മറ്റൊന്ന്, ചില വീടുകളിൽ 2 വാർഡുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരിന്താർ വാർഡ്, പുതിയ കരിന്താർ വാർഡിൽ 13-ാം വാർഡിലെ 207 മുതൽ 223 വരെ ഉള്ള വീടുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് അതേ വാർഡുകൾ വലമ്പുറം വാർഡിലും 147 മുതൽ 224 വരെ എന്ന് പറഞ്ഞിട്ട് വലമ്പുറം വാർഡിലുണ്ട്. അപ്പോൾ ഒരു 10-25-30ലധികം വീടുകൾ വലമ്പുറം വാർഡിലുണ്ട്, കരിന്താർ വാർഡിലുണ്ട്, 2 വാർഡ് വന്നു. തോട്ടപ്പുഴയിലാണെങ്കിൽ ഒരു 100ഓളം വീടുകൾ കാണാനില്ല. ആ വാർഡിൽ 14-ാം വാർഡിൽ നിലവിലുള്ള ഒരു 309 മുതൽ 380 വരെയുള്ള വീടുകൾ എവിടെയും ഈ വിഭജന റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടില്ല. അതിലൊരു അതിർത്തിയുടെ കാര്യമാണ് ഇപ്പം നേരത്തെ പറഞ്ഞത്, ഒരു വരമ്പാണ് കാണിച്ചത്. ഒരു മഴ പെയ്തുകൊണ്ട് ആ വരമ്പാട് പോയാൽ പിന്നെ അവിടെ ആ വാർഡിന് അതിർത്തി ഇല്ല എന്നുള്ള സ്ഥിതിയാണ്. ഇങ്ങനെ തികച്ചും ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഭൂമിശാസ്ത്രപരമായോ അതുപോലെയുള്ള മറ്റ് ഒന്നും തന്നെ പാലിക്കപ്പെടാതെ ആർക്കോ വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാർഡ് വിഭജന റിപ്പോർട്ടാണ് ഇപ്പോൾ കരുളായി ഗ്രാമപഞ്ചായത്തിൽ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ അത് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ഈ പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ഇത്തരത്തിലുള്ള വലിയൊരു അപാകത വന്നു എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാർട്ടി എന്നുള്ള നിലയ്ക്ക് തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് തികച്ചും അംഗീകരിക്കാൻ കഴിയാത്ത വാർഡ് വിഭജനമാണ്. ഇത് കൃത്യമായി തന്നെ മാനദണ്ഡ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിച്ചുകൊണ്ട് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള വാർഡ് പുനർവിഭജനം നടത്തണമെന്നാണ്